ഹായ് ഹലോ വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. എത്രയും എളുപ്പത്തിൽ എങ്ങനെ ഈ ചോദ്യങ്ങളെ സമീപിക്കാമെന്നും ഉത്തരങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫോർ എ ഗിവൺ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 0.5 മീറ്റർ, ഇഫ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് 0.6 മീറ്റർ, ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് എന്ത് ടൈപ്പ് മിറർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അത്, കോൺകേവ് മിറർ ആണ് അല്ലെ. കോൺകേവ് മിറർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിററിന്റെ ഒരു ഏകദേശ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് രൂപം കൊള്ളണം. ഏകദേശം ഇങ്ങനെയാണ് കോൺകേവ് മിറർ വരുന്നത്. ഇനി അയാളുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ് അല്ലെ. ഫോക്കൽ ലെങ്ത് 0.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം കോൺകേവ് മിറർ ആണെങ്കിൽ അയാളുടെ ഫോക്കൽ ലെങ്ത് എത്ര വരിക, മൈനസ് ആണ്, നെഗറ്റീവ് സൈൻ ആണ് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ഒപ്റ്റിക്സിൽ ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ്. സോ യു 0.6 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അവിടെയും നമ്മൾ നെഗറ്റീവ് സൈൻ തന്നെയാണ് കൊടുക്കേണ്ടത്. നെഗറ്റീവ് സൈൻ കൊടുക്കാം. നമ്മളവിടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ്. മാഗ്നിഫിക്കേഷൻ എത്രയാണ്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമേജ് ഡിമിനിഷ്ഡ് ആണെന്നോ എൻലാർജ്ഡ് ആണെന്നോ സെയിം സൈസ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. എഫ് എത്ര തന്നിട്ടുണ്ട്, -0.5 ഡിവൈഡഡ് ബൈ -0.5 മൈനസ് ദെൻ മൈനസ് ഓഫ് 0.6 എന്ന് വരും. ഇപ്പം എന്താ കിട്ടുക, -0.5 ഡിവൈഡഡ് ബൈ -0.5 പ്ലസ് 0.6 എന്ന് വരും. ഇപ്പം എന്താ ആൻസർ കിട്ടുക, -0.5. 0.6 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 0.1 എന്ന് കിട്ടും. എത്രയാണ് ആൻസർ? -5 വിൽ ബി ആൻസർ. ഇവിടെയുള്ള മാഗ്നിഫിക്കേഷൻ എത്രയാണ്? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -5 ആണ്. ഒറ്റയടിക്ക് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. -5 ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 5 സെന്റിമീറ്റർ ഫ്രം ദ പോൾ ഓഫ് എ ഗിവൺ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 2.5 സെന്റിമീറ്റർ, ദെൻ ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മിറർ എന്ന് പറയുന്ന കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു സമം 5 സെന്റിമീറ്റർ. നെഗറ്റീവ് സൈൻ കൊടുക്കണം, -5 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താം. ഒന്ന്, നമുക്കറിയാം ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ 2 × 2.5 എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ വരും. 5 സെന്റിമീറ്ററിലാണ് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, സിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നതും എങ്ങനെ തന്നെയായിരിക്കും? കോൺകേവ് മിററിൽ ഇമേജ് ഉണ്ടാവുന്നതും സി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മിററിൽ റിഫ്ലക്ഷൻ നടന്നതിന് ശേഷം ഇമേജ് ഉണ്ടാവുന്നത് ഇതേ പോയിന്റിലാണ്. ഇങ്ങനെയെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഇക്വേഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താം. എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ -1 എന്നുള്ള രീതിയിലായിരിക്കും മാഗ്നിഫിക്കേഷൻ വരിക. കാരണം സെയിം സൈസ് ആയിരിക്കും കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആയിരിക്കും ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? മാഗ്നിഫിക്കേഷൻ എം സമം എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോക്കൽ ലെങ്ത്തിന്റെ സൈനും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -2.5 ഡിവൈഡഡ് ബൈ -2.5 മൈനസ് ഓഫ് -5 എന്ന് വരും. -2.5 ഡിവൈഡഡ് ബൈ -2.5 പ്ലസ് 5. എന്താ ആൻസർ? -2.5 ഡിവൈഡഡ് ബൈ 2.5 എന്ന് വരും. 5 - 2.5 2.5. എന്താ ആൻസർ കിട്ടുക? -1. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് തന്നെയാണ്? -1 എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെയുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. 2f ആണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള കേസിലൊക്കെ മാഗ്നിഫിക്കേഷന്റെ മൂല്യം എന്താണ്? -1 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. When an object is placed at a distance of 60 cm from a concave lens of focal length 30 cm, then the magnification of the image will be. ഓക്കെ, എന്താണ് പറയുന്നത്?
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 30 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 30 സെന്റിമീറ്റർ. ഇതെന്ത് ലെൻസാണ്? മിറർ അല്ല, ലെൻസാണ്. കോൺകേവ് ലെൻസ് എന്നാണ് പറയുന്നത്. കോൺകേവ് ലെൻസ്. ഓക്കെ, കോൺകേവ് ലെൻസ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് അതിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഫോക്കൽ ലെങ്ത്തിന് കൊടുക്കേണ്ട സൈൻ എന്താണ്? മൈനസ് ആണ്. ദെൻ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് എപ്പോഴും കണ്ണാടിയുടെ അല്ലെങ്കിൽ ലെൻസിന്റെ മുന്നിലായിരിക്കും. അപ്പോൾ അതിന് കൊടുക്കേണ്ട സൈനും എന്താണ്? നെഗറ്റീവ് ആണ്, -60 സെന്റിമീറ്റർ. ഇനി ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് F/F+U എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. F/F+U ആണ്. മിററിന്റെ കേസിൽ F/F-U ആണെങ്കിൽ ലെൻസിന്റെ കേസിൽ F/F+U ആണ്. സോ -30 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -60 എന്നായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക. സോ -30 ഡിവൈഡഡ് ബൈ -90 എന്ന് കിട്ടും. നെഗറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? +1/3, 3/9 എന്ന് പറയുമ്പോൾ 1/3 പ്ലസ് 0.33 എന്നുള്ളതായിരിക്കും നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ മൂല്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി 0.33. സോ മാഗ്നിഫിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മിററിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ F/F-U. ലെൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുക F/F+U. ഇതുപോലുള്ള കൂടുതൽ കൺസെപ്റ്റുകളും ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളും എക്സാമിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അഡ്മിഷൻ ഓപ്പൺ ആണ്. ബാച്ച് ഫീ എന്ന് പറയുന്നത് വെറും 2,999 രൂപയാണ്. സോ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ. താങ്ക് യു.